ഓടോ പോലീസൊക്കെ അപ്പൊ ഓടിക്കോണം, ഓടിക്കൊടുക്കുക, ഇറങ്ങി ഓടുക. പിന്നെ പോലീസിനെ കാണുന്നു, ഓടുന്നു. എന്തോടിത്? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇയാൾ എന്തിനാ എനിക്ക് ഓടിയത്? പോലീസിന് പേടിയാണോ? അത് സ്വിമ്മിംഗ് പൂളിൽ ചാടി എന്നൊക്കെ പറയുന്നത്. എന്തടിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഏതായി അടിക്കുന്ന? അപ്പൊ ആ ഓട്ടത്തിന്റെ ഒരു ഈ മറ്റേ ഭയങ്കര ഒരു ആക്യുറസി ഉണ്ട് ഓട്ടത്തിന്. അതായത് നേരെ നോക്കുന്നു, പോലീസുകാരകത്ത് കയറുന്ന കാണുന്നു, ചാടുന്നു, ഷീറ്റ് വഴി ചാടുന്നു, ഡൈവ് ചെയ്യുന്നു, വെള്ളത്തിൽ ചാടി കയറുന്നു. അപ്പൊ അത് പ്രത്യേക രീതിയിൽ ഓടിപ്പോ, അങ്ങനെ ഒരു ധൃതിയിൽ പോകുന്ന പോലെ ഉള്ളു തോന്നത്തുള്ളൂ. കൊക്കൈനാണെന്ന് തോന്നുന്നത്, പഴയ കൊക്കൈൻ കേസ്. പക്ഷെ വേറെ കാര്യമുണ്ട്, അയാളുടെ കൊക്കൈൻ കേസ് തള്ളിപ്പോയതാണ്, കോടതി വെറുതെ വിട്ടത് ആ കേസിൽ. പിന്നെ ഇത് തന്നെ കോടതി വെറുതെ വിട്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അയാളെ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ്. പിന്നെയും ഇയാൾ മറ്റേ സുരേഷ് കുമാറിനോട് ചോദിച്ചൊരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ, മറ്റേ സിനിമയുടെ മറ്റേ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ, അയാളോട് ഇങ്ങനെ ടി വിയിൽ ഏതോ ചാനലുകാർ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളിത് ഇയാളെ കുറിച്ച് ഇങ്ങനെ ആധികാരികമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പരാതിയോ കേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയണേ, അങ്ങനെ ആധികാരികമായിട്ട് അങ്ങനെ ഒന്നും പറയാനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, ആരും പരാതി ഒന്നും തന്നിട്ടൊന്നുമില്ല. പക്ഷെ സിനിമയിൽ പൊതുവിൽ ഇയാൾ ഇങ്ങനെ ലഹരിക്ക് അടിമയാണെന്നുള്ളൊരു പറച്ചിലുണ്ട്, അത് പുള്ളിക്ക് അറിയാവുന്ന. അതുകൊണ്ട് എന്താ അപ്പൊ ഇത് മറ്റേതാണോ, ഏത് പണ്ട് പറയില്ലേ ഈ മുടി വളർത്തിയാൻ കഞ്ചാവ് ഒരു പരിപാടിയാ. ഇയാളുണ്ടല്ലോ ഈ മനുഷ്യൻ, ഈ ഷൈൻ ടോം എന്ന് പറയുന്നതാണ്, ഇവനൊരു കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ പുള്ളി റിയൽ ലൈഫിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് അതാ അങ്ങനെയാണോ, അല്ലാത്തപ്പോ ഇങ്ങനെ അല്ലെന്ന് ഇപ്പൊ മാറ്റി. കഴിഞ്ഞ ഇടയ്ക്ക് മലയാള മനോരമയുടെ ഇന്റർവ്യൂവിനകത്ത് അങ്ങനൊന്നും അല്ല സംസാരിക്കുന്നത്, വേറെ രീതിയിൽ. മര്യാദ ക്യാരക്ടർ മാറ്റി, ഇപ്പൊ പുതിയൊരാള്. ആൾക്കാർ ആ സിനിമ ഇറങ്ങിയപ്പോ, ആ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു, എന്തോ അമ്മിണിയോ കുമാരി എന്ന കണ്ടു പറഞ്ഞൊരു സിനിമ ഇറങ്ങിയില്ലേ, ആ സിനിമയില് ഇയാള് പിടിച്ച ക്യാരക്ടറാണ് ഇയാള് റിയൽ ലൈഫിൽ ഇറക്കിയത്. അപ്പൊ ഈ സിനിമ ഷൂട്ട് തുടങ്ങി കുറെ നാള് കഴിഞ്ഞിട്ട് ഇത് റിലീസ് ആയി. നമുക്കൊരു കാര്യം ചെയ്യില്ല, ഹോട്ടലിൽ ഡമ്മിയും കൊണ്ട് പോയിട്ട് മോളിൽ ഇടുക, ഡമ്മി ടു ഡമ്മി അതൊക്കെ ആയിട്ട് പോകണമെന്നേ. ഈ മീഡിയക്കാർ വന്നിട്ട് അവിടെ ഇത് കണ്ടു, ഇതാണ് ഇവിടെ നിന്നാണ് ഇത് വേണ്ടിയിരിക്കുന്നത്, നമുക്ക് ഡമ്മി എടുത്തുകൊണ്ട് പോവാം. എന്നിട്ട് ഡമ്മി ടു ഡമ്മി ഒരു പരിപാടി നടത്താനാണ്, ഷൈൻ ചാടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയണം, അതിന് ഡമ്മി പരീക്ഷണത്തിന് വന്നതെന്ന് പറയണം അല്ലേ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറയുന്നത് മറ്റേ ഉടുപ്പ് കിട്ടണം കയറി ചെന്നാലോടെ കോട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് വി ആർ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഫ്രം പാലാരിവട്ടം അല്ലെങ്കിൽ മട്ടാഞ്ചേരി വരല്ല, മാഫിയാന്ന് വിചാരിക്കും. അത് വേണ്ട, ഫ്രം ഇടപ്പള്ളി മതി, അല്ലെ കലൂര് മതിയോ? കലൂരാണ് വാണമായിപ്പോ, കലൂര് വേണ്ട വേണ്ട സ്റ്റേഡിയത്തിന്നാണോ അങ്ങനെയൊക്കെ ചോദിക്കും. അയ്യോ അത് വേണ്ട, അയ്യോ അത് ശരിയാകത്തില്ല. ഇടപ്പള്ളി കൊള്ളാന്ന് തോന്നുന്നു, അല്ലെ കാക്കനാട് ആക്കാം. കാക്കനാട് IT പാർക്കിന്റെ അടുത്താന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ കയറി ചെല്ലണം ഇങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട്, വി ആർ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഫ്രം കാക്കനാട്, വി ആർ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഫ്രം പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി. അത് കൊള്ളാം. അങ്ങനെ ഇതെന്ന് പറഞ്ഞ് കയറി പോണല്ലോ, അത്ര ഉടുപ്പൊക്കെ ഇട്ട് ഈ ഹോട്ടലിനകത്ത് കയറി നോക്കുക, ബൈനോക്കുലറൊക്കെ ആയിട്ട് പോയിട്ട് ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെയൊക്കെ നോക്കുന്നു, അവിടെയൊക്കെ ചെന്ന് എന്നിട്ട് ഇങ്ങനെ പറയുന്നത് അവിടെ നിന്നാണ് ചാടിയിരിക്കുന്നത്, ആ ജനലാണോ പറഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ സൂം ചെയ്യണം. എന്നിട്ട് വാ നമുക്ക് ഡമ്മി പരീക്ഷണം നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടയ്ക്ക് കയറുന്നു, ഡമ്മി എടുത്തിടുന്നു, ഷീറ്റേ വീഴുന്നു, ഫോട്ടോ. ഇവിടെ നിന്ന് ചാടിയെങ്കിൽ അത് ഇവിടെയാണ് വീഴേണ്ടത്, അവിടെ നിന്ന് അയാൾ പിന്നെ എഴുന്നേറ്റ് ചാടിയതായിരിക്കും, എന്നിട്ട് വീണ്ടും ആ ഷീറ്റേ കയറി നോക്കണം, എന്നിട്ട് മുകളിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് ഇടണം, എന്നിട്ട് നമ്മൾ പുറകെ ചാടണം, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഡമ്മി എടുത്ത് മണ്ടയ്ക്ക് വെച്ചിട്ട് ഈ ഓടുന്ന പോലെ കൊണ്ടുപോകണം. ഇങ്ങനെ ഇതുവഴിയാണ് ഓടി വന്നത്, ഇതുവഴി ഇറങ്ങി പുറത്തു പോകുന്നു, ഒരു ബൈക്കിന്റെ പുറകെ കയറ്റി വെക്കുന്നു, ബൈക്കാരനെ പിടിച്ചോണ്ട് പോകുന്നു. ചാടുമ്പോഴുള്ള കാറ്റിന്റെ വേഗത ചെക്ക് ചെയ്യണം. അതെന്തിനാ? വെറുതെ എന്താ വല്ല കോണാൻ പറവ് നോക്കാനാണ്? അങ്ങനെയൊക്കെ ആണല്ലോ ഈ ഭയങ്കര അന്വേഷണങ്ങൾ നടത്തുന്നത്. വെള്ളത്തിന്റെ ആഴം, അതിന്റെ ഡെൻസിറ്റി. അതെ, എത്രത്തോളം താഴെ ചെന്ന് കുത്തിയോ, കുത്തിയെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുമ്പോഴുള്ള ആളുടെ വേഗതയും, വെള്ളം ചവിട്ടിയിട്ട് തെന്നി പോകുന്ന വേഗത. വെള്ളം മറ്റേ ക്ലോറിൻ ചേർത്ത വെള്ളമാണെങ്കിൽ ഈ ഓടുന്നതിനെ അത് ബാധിക്കാം. ഈ വെള്ളത്തിന്റെ ശരീരത്ത് വെയിറ്റ് വരുന്നുണ്ട്, സ്ലിപ്പറി സ്ലോപ്പ് വരും, സ്ലോപ്പിൽ സ്ലിപ്പ് ആവാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. മാത്രമല്ല ഒരു കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോൾ ഈ വസ്ത്രത്തിന്റെ വെയിറ്റ് കുറഞ്ഞിട്ട് വേഗത കൂടുന്ന സാഹചര്യം ഉണ്ട്.
അതിനെ പറ്റിയൊക്കെ വിശദമായ പഠനം നമ്മളങ്ങനെ വെറുതെ ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന് പറയുമ്പോൾ ഡിറ്റക്റ്റീവ് ഏജൻസി ഇവര് പറയുന്ന പോലല്ലോ ഇവിടെ നിന്ന് ചാടി അവിടെ നിന്ന് ചാടി എന്ന് പറഞ്ഞ കാര്യമില്ല. അതിൽ കാര്യമില്ല. അയാൾ ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ പോലീസ് കേസ് അന്വേഷിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട്. ഓക്കെ. ഇനി മാത്രമല്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരിക്കും വെള്ളത്തിൽ ഒട്ടി നിൽക്കുന്ന ഒരു വസ്ത്രമായിരിക്കും. വെള്ളത്തിൽ അയാൾ മുള്ളി വീട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. വെള്ളത്തിൽ ചാടുന്നതിന് മുമ്പേ പേടിച്ച് മുള്ളി കാണും. മുള്ളിയിട്ട് ചാടിയതാണെങ്കിൽ അതിന്റെ ഒരു ഇത് എഫക്ട് വേറെ ആയിരിക്കും. വെള്ളത്തിൽ ചാടിയതിനു ശേഷം മുള്ളിയതാണെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുള്ള സാധ്യതകളുണ്ട്. ഈ വെള്ളത്തിൽ ഇറങ്ങി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി മുള്ളാനുള്ള സാധ്യത കൂടുതൽ. കാരണം മഴയത്ത് നിന്ന് കരയുമായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. മഴയത്ത് നിന്ന് കരയുമ്പോൾ ആ കണ്ണുനീരാരും കാണില്ലായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുള്ളുകയാണെങ്കിൽ പൂളിനകത്ത് ഇറങ്ങിയിട്ടായിരിക്കും മുള്ളിയിരിക്കും. പിന്നെ മാത്രമല്ല നമ്മള് വേണ്ട നമുക്കിത് അറിയാമല്ലോ അല്ല നമ്മള് പിന്നെ ഈ വസ്ത്രം നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് ചാടുമ്പോൾ ആ വസ്ത്രം ഡ്രൈ ആണല്ലോ. പിന്നെ പൂളിലേക്ക് ചാടിയിട്ട് എഴുന്നേറ്റ് ഓടുമ്പോൾ വസ്ത്രം ശരീരത്തിൽ ഒട്ടിയിരിക്കുന്നു. പിന്നെ കളറിൽ വ്യത്യാസം തോന്നിക്കും. അപ്പോ മുകളിൽ നിന്ന് ചാടിയ വ്യക്തി അല്ല പൂളിൽ നിന്ന് കയറി പോകുന്നത് എന്നൊരു സംശയം ഉണ്ടാക്കാനുള്ള സാധ്യത. ഒരുപക്ഷെ ഈ ചാടിയ ആള് തന്നെയാണോ താഴെ നിന്ന് ഓടിയത് എന്നുള്ളത് മറ്റൊരു തരത്തിൽ ചെക്ക് ചെയ്യേണ്ടത്. അല്ല, അങ്ങനെ ഒരു ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കത് ആ സംശയം മാറ്റിയെടുത്തത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡ്രസ് ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെ ചെയ്ത് കുളിച്ചുകൊണ്ടിരുന്നിരിക്കാം. ഒരുപക്ഷെ മുകളിൽ നിന്ന് ചാടിയത് മറ്റൊരാളായിരിക്കാം. അതെ. അപ്പോൾ ആ ചാടിയ ആളെ കണ്ട് പേടിച്ചിട്ട് ഷൈൻ ഇറങ്ങി ഓടിക്കളഞ്ഞതാണോ എന്ന് ഞാൻ അങ്ങനെ ആവാൻ വഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ആ ഡ്രസ്സ് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ആ ഡ്രസ്സ് വെച്ചാണ് അതിനെ ഡീകോഡ് ചെയ്തത്. അതായത് വെള്ളത്തിലേക്ക് ചാടുന്നതിന് നമ്മൾ വേഷത്തിന് ഒരു ലൈറ്റ് നിറത്തിലുള്ള ഒരു ബ്ലൂ ആണെന്ന് വിചാരിക്കുക. ലൈറ്റ് നിറത്തിലുള്ള ബ്ലൂ നിറത്തിലുള്ള ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തന്നെ ചുമന്ന നിറത്തിലുള്ള വെളിച്ചമുണ്ട്, മഞ്ഞ നിറത്തിലുള്ള വെളിച്ചമുണ്ട്. മഞ്ഞ വെളിച്ചം മഞ്ഞ 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 ബൾബുകൾ മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു. കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിന്തിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. ഭയങ്കര സിംബോളിക്. അത് പുറകിലെ പട്ടിണി പടികേറുമ്പോൾ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി. കെട്ട് അതാണ് അവസ്ഥ. വെള്ളത്തിൽ മാറിപ്പോയി. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ ലൈറ്റ് നിറത്തിലുള്ള ഒരു നീല, ആ ലൈറ്റ് നിറത്തിലുള്ള നീല ആ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് പൊങ്ങുമ്പോൾ ആ ലൈറ്റ് നിറം മാറി ഡാർക്ക് നിറത്തിലുള്ള ഒരു നീല പോലെ തോന്നിക്കും. കാരണം വെള്ളം കുതിരുകയും ശരീരത്തോട് ഒട്ടുകയും ചെയ്യുമ്പോൾ ഈ കയറിപ്പോകുന്ന ഒരാൾ മറ്റൊരാളാണോ എന്നൊരു സംശയം അതാണ് അവിടെ ഉടലെടുക്കുന്നുണ്ട്. അത് പോലീസിന്റെ റിപ്പോർട്ടിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അതൊക്കെയാണ്. അയാൾ ഇറങ്ങി ഓടുകയാണ്. പിന്നീട് പോലീസ് റിപ്പോർട്ട് ഇതിനകത്ത് നമുക്ക് നോക്കേണ്ട കാര്യം മാത്രമല്ല, വളരെ വലിയ പോലീസിന്റെ റിപ്പോർട്ട് നമ്മൾ എനിക്കറിയാം. പക്ഷെ അത് നമ്മൾ പരിശോധിക്കണം. അവർ ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നതെന്ന് നമുക്ക് വെറുതെ നോക്കുന്നു. ശരിയല്ലാത്തത് ചൂണ്ടിക്കാണിക്കുന്നു, പോകുന്നു. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെയും വേണേ ചൂണ്ടിക്കാണെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ചൂണ്ടുക എന്നുള്ളത്. താനൊരു ചൂണ്ടുപലകയാണ് ഈ നാട്ടിൽ. അതെ, അത് നമ്മൾ ചൂണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണല്ലോ. ഓടുമ്പോൾ ചെറുതായിട്ടൊക്കെ തെന്നി ഓടി. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് വരുന്നത് ബൈക്കിൽ കയറി പോകും. ബൈക്കിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു CCTV ദൃശ്യം പതിയുമ്പോൾ ആ ലൈറ്റ് നിറത്തിൽ അല്ലെങ്കിൽ ഡാർക്ക് നിറത്തിലുള്ള ഷർട്ടല്ല പിന്നീട് കാണുന്നത്. ഇതിന് രണ്ടിനും ഇടയിൽ പെടുന്ന നീലയ്ക്ക് മുൻതൂക്കം കിട്ടുന്ന ഒരു തരം നീല, ലൈറ്റ് നീലയ്ക്ക് മുൻതൂക്കം കിട്ടുന്ന ഡാർക്ക് നീല. അങ്ങനെ അതിന്റെ നിറം പോലെ. അതായത് വെളുപ്പിന് മുൻതൂക്കമുള്ള ഇരുനിറമാണ് എന്റേതും തന്റേതും. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഒരു നിറമാണ് ഈ വെള്ളം ഇങ്ങനെ ഉണങ്ങി വെളുപ്പിന് മുൻതൂക്കമുള്ള ഒരു അല്ല, അങ്ങനെയല്ല, ഇരുനിറം.
നമ്മുടെ നിറം അത് അറിയത്തില്ലേ? തന്റെ നിറം അങ്ങനെ വെളുപ്പിന് മുൻതൂക്കമുള്ള ഇരുനിറമാണ് താങ്കളുടെ നിറം. ആണോ? അതെ. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് കാണപ്പെടുമ്പോൾ മറ്റൊരാളെ പോലെ ആ വെള്ളം ഇങ്ങനെ ഉണങ്ങുകയാണ്. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ കാറ്റത്ത് ഈ തുണി ഡ്രൈ ആവും. മാത്രമല്ല അത്യാവശ്യം വെയിലുമുണ്ട്. അല്ല, ഇത് പകലല്ല, രാത്രിയല്ല. ഓ സോറി സോറി, ഞാൻ മറ്റേ കേസുമായിട്ട് എനിക്ക് എത്ര കേസാ. എല്ലാ കേസും ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ ഒരു കേസ് ഇങ്ങോട്ടോ ഒരു കേസ് എത്രയോ കേസുകൾ മാറി മാറി പോയിരിക്കുന്നു. നമ്മൾ വിഷയത്തിലേക്ക് വരാം, ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാതെ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ഇയാൾ വലിയൊരു ആളായി മാറുകയാണ്. അതായത് ഷർട്ട് ഉണങ്ങി കഴിയുമ്പോൾ പറക്കുകയാണ്. മാത്രമല്ല വലിയ ഷർട്ടാണ് ഇടുന്നത്. പിന്നെ എന്റെ മറ്റൊരു രീതിയിൽ നോക്കിയാൽ ഇത് പെസഹ വ്യാഴം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, അപ്പോൾ ക്യാരക്ടർ ചേഞ്ച് ആണ്. എന്ത് പറ്റി? കാലം എടുത്തു. അല്ലതല്ല, ഈ പെസഹ വ്യാഴാഴ്ച ഈ ക്രിസ്ത്യാനിട്ട് ഓടിപ്പിച്ചതേ അതൊരു ശരിയായ നടപടിയല്ല. മനസ്സിലായോ? പെസഹ വ്യാഴാഴ്ച അതൊരു പ്രാർത്ഥനയും ഭക്തിയും നിർഭരമായ ഒരു അവസ്ഥ. ഒരു വ്യാഴാഴ്ച അത് അന്നൊരു ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ ദുഃഖവെള്ളിയാണോ? എനിക്കറിയത്തില്ല. ദുഃഖത്തിന്റെ പാനാപാത്രം കർത്താവിന്റെ വ്യാഴം അപ്പൊ ഇന്നലെ ദുഃഖ വ്യാഴാഴ്ച തലേദിവസം, അതായത് പെസഹ വ്യാഴം. ദുഃഖത്തിൽ തന്നെയാണോ അപ്പോഴും? ശരിയാ, ദുഃഖം ഉണ്ടാവും. ദുഃഖം എന്നും വേണമല്ലോ. കാരണം യേശു ഇടങ്ങാറായിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചാട്ടാവറടി മുൾക്കിരീടം ഒക്കെ ആയിട്ടിരിക്കുന്ന ടൈമിൽ എന്തായാലും ഷൈൻടോൺ ചാക്കോക്ക് നല്ല വിഷമമുണ്ടാവും. ആ വിഷമം തീർക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തുക്കളുമായി അങ്ങനെയല്ലേ എന്തോ പെസഹ അപ്പമോ മറ്റോ അപ്പങ്ങളും മറ്റും ആയി ഒരു ഹോട്ടൽ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് ക്രിസ്ത്യൻ യുവാക്കളായ അതേ സുഹൃത്തുക്കൾ ഷൈൻ ടോം ചാക്കോയുടെ ടോം ചാക്കോ അങ്ങനെ പേര് വെക്കേണ്ട കാര്യമില്ല. അവന് വെറുതെ ഷൈൻ എന്നും പറഞ്ഞാൽ പറയാം. പക്ഷെ അവന്റെ പേര് പോലും ആ ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ക്രിസ്ത്യൻ ജിഹാദ് വരുത്തി തീർക്കാൻ വേണ്ടി അല്ലേ ചില മറ്റു ശക്തികൾ. ഇത് വേറെ ടീമിന്റെ പരിപാടി. അത് അതെ അതെ അതെ. ഇതിന്റെ പിന്നിൽ ഹിന്ദു അത് തീവ്ര വലതായ ഹിന്ദുവിന്റെ വലത് കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വലതായാലും ഇടതായാലും നമ്മൾ മിതമായിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. മിതമായ രീതിയിൽ അതാണ് ഞാൻ പറഞ്ഞത്. ആ പെസഹ അപ്പം അപ്പോഴാണ് സ്നാനപ്പെടണമെന്ന് ചാക്കോയ്ക്ക് തോന്നുന്നു. ചാക്കോ സ്നാനപ്പെടാതെ എങ്ങനെ കുമ്പസരിച്ച് സ്നാനപ്പെട്ട് വേണം ഈ അപ്പം തിന്നാനെന്ന് എവിടെയോ ചാക്കോ വായിച്ചിട്ടുള്ളതോ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം ഓർക്കുകയാണ് ആ നിമിഷത്തിൽ. അപ്പോഴാണ് ചാക്കോ വെള്ളത്തിലേക്ക് സ്നാനപ്പെടാൻ ചാടിയത്. എനിക്ക് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് നേരെ ഓടുകയാണ് പള്ളിയിലേക്ക് ഓടിയ ഒരു യുവാവിനെ മയക്കുമരുന്നാണ് അയാൾ സ്ഥിരമായി മയക്കുമരുന്ന്. ക്രിസ്ത്യാനികൾക്ക് നേരെ മണിപ്പൂരിൽ നടന്നതും ജബൽപൂരിൽ നടന്നതും ഒക്കെ തന്നെയാണ് ഇന്ന് ജംഷഡ്പൂരിൽ നടന്നതും പാനിപൂരി അത് തിന്നണ സാധനമല്ല. വെറും പൂരി ആണെങ്കിലും എന്താണെങ്കിലും ഏത് ഇവിടെ നടന്നതാണെങ്കിലും അത് ശരിയായില്ല. ഇത് ഇത് വംശീയമായിട്ടുള്ള ഒരു ജാതീയമായ വംശീയമാണ്. ഏത് വംശമാണ് ഇത്? ചോള വംശമാണ്. രാജരാജ സോളൻ എനയാഴും കാതൽ ദേശം നീതാൻ. രാജരാജ കൈ ഇങ്ങനെ നോക്കണം. അതാണ് സാധനം. രജനീകാന്തിന്റെ സാധനം അത്. ഒരു സാധനമുണ്ട്, രജനീകാന്തിന്റെ ഒരു സാധനം ഉണ്ട്. ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വെക്കും, ഒരു കൈ ഇങ്ങനെ വെക്കും. ഇങ്ങനെ രണ്ട് വിരലൊക്കെ വെക്കുള്ളൂ. ഇങ്ങനെ രജനീകാന്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആണോ? ഇങ്ങനെയൊക്കെ നിൽക്കുവോ? ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഇങ്ങോട്ട് കയറ്റി വെച്ചാൽ കറക്റ്റ് ആയി. ഇങ്ങനെ വെക്കണം. രജനീകാന്തൻ അടുത്ത അതെന്ത് പറഞ്ഞു തന്നെ നമ്മള് പാട്ടിനകത്തായിരുന്നു. രാജരാജ അതൊരു വംശമാണല്ലേ? ഒരു വംശമാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അതിക്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് സംഘപരിവാറിന്റെയും വംശീയഹത്യ. ഈ കേരളത്തിലെ പിണറായിയുടെ സംഘപരിവാർ പോലീസ് പിണറായിയുടെ സംഘപരിവാർ പോലീസ് ക്രിസ്ത്യാനികൾക്ക് നേരെ മുസ്ലിങ്ങളുടെ സഹായത്തോടെ ചെയ്തൊരു അറ്റാക്ക് അത്. അതെ, മനസ്സിലാവുണ്ടോ?
ജിഹാദികളുടെ, മുസ്ലിങ്ങൾ എന്ന് പറയാൻ പാടില്ല. അതായത് സംഘപരിവാർ ശരിക്കും ഇത് ചെയ്യുന്ന ആരാണ്? സംഘപരിവാർ പിണറായിയുടെ സംഘപരിവാർ പോലീസിന്റെ സഹായത്തോടെ, അതെ, ജിഹാദികളുടെ ബാക്കപ്പോടുകൂടി ജിഹാദികളുടെ ഫണ്ടിങ്ങിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന ഒരു ആക്രമണമാണ്. കരിമ്പുകാല വരണം. അതല്ല, മറ്റു ചില വൃത്തങ്ങളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇത് മട്ടാഞ്ചേരി മാഫിയക്ക് നേരെയുള്ള ലോബികളുടെ എന്തോ തിരുവനന്തപുരം ലോബി ചെയ്യുന്ന ചില നീക്കങ്ങൾ, ബുണ്ണികൃഷ്ണൻ അങ്ങനെയുള്ള മറ്റു ചില തിരുവനന്തപുരം ലോബിയിൽപ്പെട്ട ലോബേഷുകൾ ചേർന്ന് നടത്തിയൊരു കലാപരിപാടി ആയിട്ടാണ് മട്ടാഞ്ചേരിയിലെ. കാരണം അത് പറയുന്നതിനകത്ത് ഒരു കാരണം ഞാൻ പറയാം. ഈ ബിൻസി എന്ന് പറയുന്ന നടിയുണ്ടല്ലോ, ഈ ബിൻസി എന്ന് പറയുന്ന നടിക്ക് അവളുടെ പരാതി എന്ന് പറയുന്നത് ഇയാള് മറ്റേ എന്തെങ്കിലും അടിച്ച് തെറിച്ച് കിടക്കുന്നു എന്നുള്ള ആയിരുന്നില്ല. അതൊക്കെ ഇവൻ വെറുതെ കോണ കാണിക്കുമല്ലോ ഈ ഷൈൻ ടോമേ, അവന്റെ സ്വഭാവം അതാ. അപ്പൊ ഇവൻ ചിലപ്പോ മറ്റേ വായിലെന്തെങ്കിലും പൊടിയൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു അങ്ങനത്തെ അഭ്യാസം കാണിച്ചോളൂ. ഇവൻ അടിക്കാരനാന്നുള്ളൊരു വെപ്പുണ്ടല്ലോ പൊതുവില്. ഇവൻ ഇങ്ങനത്തെ കോപ്രായം കാണിക്കും. ഇവന്റെ ആ സ്വഭാവം അതാ. എന്നിട്ട് ഇവൻ ചുമ്മാ ചോദിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, തൊപ്പിയില്ലെന്നേ ഉള്ളൂ. വീട്ടിലിപ്പോ പെർഫെക്റ്റ് സാധനമായിരുന്നത്. അതായത് അത് കൊള്ളാം. ഇത് മാത്രം കട്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു വേറെ പീസായിട്ട് ഇവിടെ ഓടിക്കാറുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു, അവൻ മറന്നു പോയി, അവനോട് ഇരുന്ന് അറിയാണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അവള് കേട്ടില്ല. അവന്റെ പരിപാടി അതൊക്കെ കോമഡി കാണിക്കുന്നതും കൂടി അതൊക്കെ. അതെ അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സിനിമ ഫീൽഡിൽ അങ്ങനെയൊക്കെയുള്ള കോമഡികൾ വേണം. അത് റിലാക്സ്ഡ് ആയിരിക്കണം, അവർ ഈസി ആയിരിക്കണം, അവര് ഒട്ടും ഒരു സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. പല അഭിനയല്ലേ. ഞാൻ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ചു. അപ്പൊ കോമഡി എന്താന്ന് വെച്ചാലേ, ഈ പെങ്കൊച്ച് പറഞ്ഞ പരാതി ഉണ്ടല്ലോ, ഇവളുടെ അടുത്ത് സഭ്യമല്ലാതെ അസഭ്യം പറഞ്ഞു എന്നുള്ള, സഭ്യം ഇൻ ദ സെൻസ് അതായത് ഇവിടെ ഇങ്ങനെ സെക്ഷലൈസ് ചെയ്ത് സംസാരിച്ചു അല്ല, അവളുടെ പരാതി അതാ. തനിക്ക് മനസ്സിലായോ? അവള് പറഞ്ഞ പരാതി അതാ. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താ പറയുമ്പോ, അല്ല ആ പരാതിനകത്ത് ശരിയായിട്ട് അവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. വിഷയം എന്താ പറയാമോ, വിഷയം ഇവിടെ മാധ്യമങ്ങൾ അത് വിട്ടു. എന്നിട്ട് ചർച്ച ചെയ്യുന്നതെന്ന് പറയുമ്പോ ഇവൻ എന്താ അടിക്കുന്നതെന്നുള്ളതാ ചർച്ച ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? അതെല്ലാം കൂടി വലിച്ചൂരി എടുക്കുന്ന ഞാൻ ചുമ്മാ നോക്കി വലിച്ചപ്പോ അതങ്ങ് കിട്ടിയപ്പോ അതങ്ങ് ഊരി എടുത്തല്ലേ. എവിടെയെങ്കിലും കൈ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് വലിച്ചൂരി എടുക്കുമല്ലോ. എടോ എന്തേ ചെയ്യണ താനെന്തേ ചെയ്യണ? ഇതിനകത്ത് ഇപ്പൊ ഒരു പടം കണ്ടു, ഇതിനകത്ത് കണ്ടു, ഇത് ഊരിയിട്ട് ഈ ഫിലിമിനകത്ത് എന്തോ മാറ്റണമെന്നുള്ള പോലെ കണ്ടോ? അല്ലെ തുടയ്ക്കാനാണോ? അല്ല ഇത് നോ, ഇത് യെസ്. ഇതിനകത്ത് ഉണ്ടോ? യെസ് പറഞ്ഞിട്ടില്ല അവിടെ. ഉണ്ടോ? ഞാൻ നോക്കിയപ്പോ ഇതിനകത്ത് ഇത് വല്ലതും ആണോ വേണ്ടത് പെട്ടെന്ന്. അത് ക്ലീൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് ഡസ്റ്റ് വരും, മനസ്സിലായോ? അതിനകത്ത് ഡസ്റ്റ് ഇല്ല. അപ്പൊ പിന്നെ അത് വലിച്ചു പറിച്ച് ഊരി വെറുതെ പണി. ഇത് കണ്ടോ ഒരു കവറ്, മനസ്സിലായി? അത് ഊരണം, അല്ലെങ്കിൽ കാറ്റ് കയറാതിരുന്നോ? അത് ഊരിയിട്ടുണ്ടോ? അതിലില്ലല്ലോ കവറ്. എനിക്കിപ്പോ എയർ പ്യൂരിഫയർ വേണം. കാശ് കൊടുത്ത് എയർ പ്യൂരിഫയർ മേടിച്ചിട്ട് വെറുതെ കുത്തി വെച്ചിരിക്കുക. എനിക്ക് തുമ്മല് കാരണം മേടിച്ചാ, തുമ്മലില്ലെങ്കിലും വെച്ചേക്കാം. എന്നോട് ആരോ ഇത് പരസ്യം കണ്ടപ്പോ അതിനകത്ത് പറയുന്നുണ്ട് എയർ പ്യൂരിഫയർ ഭയങ്കര. അത് പറക്കുന്ന അതിലിപ്പോ തന്നെ പറഞ്ഞു വന്നത് അവളുടെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണ പരിപാടികളോ ഒന്നും അല്ലെങ്കിൽ ആ ചർച്ച ഇവിടെ നടക്കുന്നില്ല. അതാണ് ശരിക്കും അവളുടെ പരാതി. അവളോട് മോശമായിട്ട് പെരുമാറിയെന്നുള്ളൂ. പക്ഷെ മാധ്യമങ്ങളെടുത്ത് എന്താ, മാധ്യമങ്ങളെടുത്ത് ഷൈൻ ടോം ചാക്കോ എന്താണ് അടിക്കുന്നതെന്നുള്ളതാണ് ആ ചർച്ചയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബന്ധമില്ലാത്ത വേറൊരു കാര്യമുണ്ട്. ഷൈൻ ടോമിനെ കുറച്ചു നാളായിട്ട് കാണാതായപ്പോ ഞാനിങ്ങനെ അന്വേഷിച്ച വീഡിയോ എവിടെയാ ഷൈൻ ടോം, അപ്പൊ തന്നെ ഷൈൻ ടോം ചാടി. ഞാനിങ്ങനെ ആൾക്കാരെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയുന്നു വേണ്ട. എവിടെയെങ്കിലും ഇരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്നോട്ടെ. അത് നോക്കിയപ്പോ അത് വേറെ കാര്യം കേട്ടോ, ഇതുകൊണ്ട് ഗുണമാ. ഇപ്പൊ പിള്ളേർ കുറെ ഫാൻസ് ചേട്ടൻ പൊളിയാണ് ചാടി ടീമുകൾക്കൊക്കെ ഇഷ്ടമായിട്ടോ. പിന്നെ തോക്കെടുക്കുന്ന ആളാണല്ലോ. അതെ, ചാടുന്നു, ഓടി മുങ്ങി പിടിക്കാൻ കിട്ടിയില്ല. പോലീസുകാർ വരുമ്പോ ഭയങ്കര സൂപ്പറാണ് ഷൈൻ ചേട്ടൻ. സൂപ്പറാ. എന്തുവാണ് ഇതൊക്കെ എന്ത് കോമഡി അവിടെ നടക്കണത്? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഷൈനെ പിടിച്ചവരെന്ത് ചെയ്യും? അല്ല ഷൈൻ അല്ലല്ല ഒരു മിനിറ്റ്, ഷൈനെ പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു 10 റിമാൻഡിലിടും. എന്ത് റിമാൻഡിലിടാ? എന്ത് ഇവനെ അടിച്ചാനോ?
അല്ല സാധനം സിന്തറ്റിക് വല്ലാണ് പിടിച്ചാൽ സിന്തറ്റിക് പിടിച്ചാ ഈ പറഞ്ഞാൽ ശരിയായിരിക്കും. അതല്ലാതെ ഇവനെ അടിച്ചൊന്നും പറഞ്ഞ ഇവനൊന്നും ചെയ്യാനൊന്നും പറ്റൊന്നുമില്ലല്ലോ. അടിച്ചെന്ന് പറഞ്ഞാൽ ആ മെഡിക്കലൊക്കെ എടുത്തിട്ട് വേണേ കുറച്ച് ദിവസം റീഹാബിൽ കൊണ്ടിടാം. അല്ലാതെ ജയിലിൽ കൊണ്ടിടുന്നതിൽ അതാ വേറൊരു കോമഡി. ഇത് റീഹാബാ ചെയ്യണം. നേരെ ജയിലിലോട്ട് കൊണ്ടുപോയി വിടും. ജയിലിൽ കൊണ്ടുപോയി വിട്ടിട്ട് അവിടെ നിന്ന് പുതിയ അടിക്കാരെ കമ്പനി കിട്ടുമോ. മാത്രമല്ല ഇനി വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ, ഇപ്പൊ ഷൈൻ നാണം കിട്ടും പിന്നെയും പ്രശ്നമായി പറഞ്ഞ് ഡീലേഴ്സ് പറയും ഇനി നീ ഇറങ്ങി വന്നടിക്കണ്ട, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരാന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇവനൊക്കെ ഞാൻ അടിക്കണമെങ്കിൽ ഇവിടെ നിന്നൊക്കെ പോടെ ഈ കേരളത്തിൽ കിടന്ന് ഇന്ത്യ തന്നെ വേറെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. അതേ വിനായകനെ കാണാൻ പാടില്ലേ, പോയി അവിടെ പോയി ഗോവയ്ക്ക് പോയി. ഇവിടെ പറ്റൂല, ഇവിടുത്തെ പരിപാടി ശരിയല്ല. ഞാൻ പോയി ഗോവയിൽ ജീവിച്ചോളാം. ഗോവയാകുമ്പോ കൂളാണ്. റഷ്യൻ ഫ്രണ്ട്സും കിട്ടിയിട്ടുണ്ടോ, ഗാങ്സ്റ്റേഴ്സ് അല്ല അവിടെ പിടിക്കാനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെ പിടിച്ച് കടലിൽ താത്തും. ശരിയാവട്ടെ, കിട്ടത്തില്ല. വേറെ പരിപാടി അവിടെ നമ്മുടെ റഷ്യൻ മാഫിയൊക്കെ ഉണ്ട് അവിടെ. അലമോവോ ഉണ്ട്, അലമേവോ അല്ലല്ലാന്ന് ഒരു സമയത്ത്. ആ സമയത്താണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പൊ പരിപാടികള് എങ്ങടെങ്കിലൊക്കെ ഇവിടെ കിടന്ന് ഈ നാട്ടിൽ കിടന്ന് ഈ പരിപാടി കാണിക്കേണ്ട ആവശ്യം തിരിക്കുന്നു. അതാ ഏറ്റവും നല്ലത്. മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അതിനുള്ള വൈബ് സ്ഥലങ്ങളുണ്ട്. അതെ, നരകത്തിൽ കിടന്നത് അടിക്കണെന്തിനാ ഇവിടെ കുഴപ്പമില്ല. ഞാൻ ഇവിടുത്തെ ഈ വാണ പിള്ളേരെ ഒരു സ്വഭാവമുണ്ട് ഈ ഷൈനിന്. അതായത് വേണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കാണും എന്റെ. അല്ല അതുണ്ടാവും, അതായിരിക്കും വൈബ്. എന്നിട്ട് പിന്നെ ഇന്റർവ്യൂ വേറെ ആർക്കറിയാം. അല്ലല്ല ചുമ്മാ പന്ന പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെന്ന് കേട്ടു. അതാ വേണ്ടത് കേട്ടോ. ഷൈൻഡോ വന്നല്ല ആരാണല്ലോ ഇവിടെ കിടന്ന് ഈ നിരങ്ങാതെ വേറെ എവിടെയും പോകും, എങ്ങനെയും വിട്ടു പോകും. ഒരു ദിവസം പോയി അടിച്ച് സെറ്റായി കറങ്ങി അടിച്ച് വന്ന് നോർമലായിട്ടൊക്കെ കുറച്ചാൾ ജീവിക്കണം. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ നേരെ എടുത്ത് ചാടാൻ തോന്നുമ്പോൾ താഴെ വല്ല ടാർപോൾ വിരിച്ചാണ് വെള്ളം വന്ന് എടുത്ത് ചാടുകയും ചെയ്യും. ഇതാണ് അവസ്ഥയെങ്കിൽ വല്ല ഇത് വിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഓർക്കും സ്വിമ്മിംഗ് പൂളാന്ന് വിചാരിച്ചിട്ട് ഒറ്റ ചാട്ടമായിരിക്കും. ഇത് മറ്റേ ഷീറ്റ് പൊളിച്ച് താഴെ വന്ന് ബുമ്മെന്നല്ല ടപ്പെന്ന് അടി അടിക്കും, ഒരൊച്ച ഉണ്ടാവുള്ളൂ. പിന്നെ ഷൈൻ ഇല്ല, കോമയായിരിക്കും, തലച്ചോറ് സൈഡാവും. മണ്ടത്തരമായത്. ഷൈൻ സൈഡായിരുന്നു. അല്ല ഇതൊന്നും ആലോചിക്കണം, ഇവൻ വല്ല ഇതെന്ത് റിസ്ക് ആണ് ഇവരെടുത്തത്. ഇവൻ ഈ വെള്ളത്തിലോട്ട് ചാടുന്ന വഴിക്ക് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരുന്ന എന്ത്. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, ഇവന് സെൻസ് വർക്ക് ചെയ്യുന്നില്ലെന്നല്ലേ. സെൻസ് വർക്ക് ചെയ്യാത്ത അല്ലടോ ഈ ഇങ്ങനെ എന്താ പറയണ്ടേ, ഇതൊരു പൊട്ടത്തരം ഉണ്ടെന്നേ, പൊട്ടത്തരമുണ്ട്. ഞാൻ ഇവന്റെ എന്ത് നമുക്കറിയാലോ ഈ ആൾക്കാർ ചാടിയിട്ടുള്ളത്, മോളിൽ നിന്നൊക്കെ ചാടിയ കഥകൾ നമുക്കറിയാലോ ഇല്ലേ. അപ്പൊ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ പരിപാടി. ഇതിപ്പോ പേടിച്ചിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിടിച്ചാൽ പിടിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്താണ് ഇപ്പൊ എന്താ അതിന് മാത്രം വലിയ ഇതാണ് കാണിക്കുന്ന ഒരു പൊട്ടത്തരങ്ങള്. മാത്രമല്ല ഇവന്റെ എന്തിനുണ്ടെന്ന് വിചാരിച്ചോ, ഇവൻ ഈ കയറുന്ന സാധനം ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ എന്തൊക്കെ ഇവൻ അവിടെ നിന്ന് ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചെന്ന് വിചാരിച്ചോട്ടെ, അവന് ക്വാണ്ടിറ്റി എത്ര ആയിരിക്കും? ഓക്കെ, ഒരു നല്ല ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു പോക്കറ്റ് ഇട്ടുകൊണ്ടായിരിക്കുമല്ലോ ഇവൻ ചാടിയത് ഓടിയത്, അല്ല തലയെ വെച്ചോണ്ട് ഓടുമല്ല. അല്ല ഇപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ പോലീസുകാർ ഈ സാധനം കോടതിയിൽ എത്തിക്കുമ്പോൾ കോടതിക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇവൻ ഒരു കച്ചവടക്കാരനൊന്നും അല്ല, ഇവൻ പെഡലറൊന്നും അല്ല, ഇവൻ ഇത് ഉപയോഗിക്കുന്ന ആളാണ്. ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഇവൻ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുള്ളതൊക്കെ കോടതിക്ക് നിയമത്തിനൊക്കെ മനസ്സിലാവും. ഓൾറെഡി ഇവനൊരു കേസ് വന്നതാ. അതെ, അത് കഴിഞ്ഞ് പിന്നെയും സമാനമായ കേസുകളിലൊക്കെ വെറുതെ വിട്ടാലും പിന്നെയും പ്രശ്നമായില്ലടോ. ആ കേസിൽ വെറുതെ വിട്ടെന്ന് പറയുന്നത് തെളിവില്ലാത്തോണ്ട് അതെ, ഇനി അവനെ പിടിക്കുവാന്ന് വിചാരിച്ചോ. അല്ല മനസ്സിലായി, അത് ഇനിയും പിടിക്കുമ്പോ എന്തെങ്കിലും സാധനത്തോട് പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വെറുതെ വിടത്തില്ല. ഞാൻ പറഞ്ഞ ഷൈൻ നോട്ട് ടു റെസ്റ്റോറന്റ് എടുത്ത് വെക്കണമെന്ന് ഞാൻ പറയുന്നത്. ഓ അത് കാര്യമൊന്നും. ഈ ഷൈൻ ടോം അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കയ്യിലുള്ള സാധനം എടുത്ത് എവിടെയും എറിഞ്ഞു കളയുക, അതേ റൂമിൽ തന്നെ ഇരിക്കുക, ഇറങ്ങി ഓടാനും ചാടാനും ഒന്നും നോക്കണ്ട. കാരണം അവിടെ വീഴുവോ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയ അപകടം ഉണ്ടാവും. ഇത് ചിന്തിക്കാനുള്ള മാത്രമല്ല ആരായാലും എന്തിനാ ഇതും പിടിച്ചോണ്ട് നടക്കുന്നത്, അതും കളയണം എടുത്ത്. എന്തിനാ അത് വല്ല ഫ്ലഷ് അടിച്ച് കളയുവോ വല്ലതൊക്കെ ചെയ്തേക്കണം അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിപ്പോ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറയുന്നത്. ഇത് കച്ചവടം ചെയ്യുന്നവന്മാരോട് ഒന്നും പറയാനില്ല അതിന്റെ കാര്യം പോക്കാം. അല്ലടാ ഇവൻ ഈ ചാടുന്നതിലും വേദമല്ല, ഇങ്ങനെയുള്ള പൊട്ടന്മാരൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ചാടും. ഒരുത്തം കണ്ടോ എം ഡി വിഴുങ്ങിയുണ്ട്, അതെ അവൻ മരിച്ചും പോയി. ഇങ്ങനെ എത്ര പേര് മരിക്കും. ഇതിപ്പോ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇതിപ്പോ താഴെ പൂളില്ലാന്നെങ്കിലും ഇവൻ ചാടിയനെ മനസ്സിലായി. ഇവൻ നോക്കുമ്പോ ഒരു നിലയല്ലേ ഉള്ളു, എടുത്തങ്ങ് ചാടാന്ന് വിചാരിക്കും. വല്ലതും അടിച്ചിട്ടൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാടും. ചാടി കഴിയുമ്പോൾ മുട്ടൊടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കുന്ന കാണാം. നാട് പൊടിഞ്ഞാൽ തീർന്ന് അവന്റെ പരിപാടി തീർന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കിടക്കുന്ന ആശുപത്രി കിടക്കുമ്പോൾ എല്ലാം ഇതിനകത്ത് ഇരുന്ന് എല്ലാവരോടും എന്റെ തലയിൽ കയറും.
നീ അടിച്ചതല്ലേ അവൻ എന്തോ പണിയാ കാണിച്ചത്, നാട്ടുകാരെല്ലാം കൂടെ പറയൂ അത് ചാടണ്ടാന്ന്, ചാടിയത് തന്നെ ഇതുകൊണ്ടാണ്, അവന് ഭ്രാന്താണ്. ഇത്രയും കൊല്ലം 7 വർഷം മുമ്പാണ് കൊക്കൈൻ കേസ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഷൈൻ ടോം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ഉപയോഗിച്ചാൽ ഇല്ലെങ്കിലും അയാൾ ഈ കണ്ട മറ്റേ നാറികളുണ്ടല്ലോ, ഇതൊന്നും ഉപയോഗിക്കാതെ പെണ്ണുങ്ങളെയൊക്കെ പിടിപ്പിച്ചമാരെക്കാളൊക്കെ ബെറ്റർ ആയിട്ട് അവൻ ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരിയറിലും അവൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യാതൊരു അക്രമമൊന്നുമില്ല. പിന്നെ ഇത്തിരി പോട്ട കോമഡി ഒക്കെ പറയും. ഒറ്റ പെണ്ണിനെ കയറി പിടിച്ചിട്ടോ അലമുണ്ടാക്കിട്ടോ പരിപാടിയേ അല്ല. കള്ളപ്പണം അതും ഇല്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും ആക്സിഡൻസ് ഉണ്ടാക്കിയോ, ആരുടെയെങ്കിലും അടി ഉണ്ടായോ? ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാത്തൊരുത്തൻ ഇത്രയും കൊല്ലം അടിച്ചിട്ട് ഒരു കുഴപ്പമില്ലായിരിക്കുന്നുണ്ട്. അവൻ അടിക്കാനുള്ള ഒരു ലൈസൻസാ കൊടുക്കണ്ടേ? മനസ്സിലായോ? അവൻ അടിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ആർക്കാ കുഴപ്പം? അടിക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പരാതി കേട്ടോ? പിന്നെ ഈ വേറൊരു വാദം മുന്നോട്ട് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷൈൻ ടോം ഭയങ്കര ആഘോഷിക്കപ്പെടുന്നു. ഷൈൻ ടോമിന്റെ ഈ അടിച്ചിട്ട് കാണിക്കുന്ന പെർഫോമൻസ് ആഘോഷിക്കപ്പെടുന്നു. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ള തരത്തിലുള്ള സാധനമാണ് ഈ വേറൊരു സാധനമായിട്ട് വരുന്നത്. ആര് പറഞ്ഞു? അല്ല ആരാത് പറയുന്നത്? അല്ല, അങ്ങനത്തെ ഒരു വാദമുണ്ട്. പോലീസിന്റെ ഒക്കെ സാധനം വരുന്നത് അങ്ങനത്തെ പോലീസ് അല്ല അത് പറയുന്നത്. പിന്നെ ആരാ അത് മീഡിയ പറയുന്നത്. മീഡിയ ആണോ? എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ മീഡിയയുടെ പരിപാടി. മീഡിയ ആണ് ഇവനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നത്. എന്നിട്ട് മീഡിയ കൊണ്ട് ഇന്റർവ്യൂ എടുത്ത് ഇത് ആഘോഷിക്കും. അതുകൊണ്ട് അത് കണ്ടിട്ട് പിള്ളേർ വഴി തെറ്റുന്നെന്ന് പറയുന്നത് അതെന്നാ പരിപാടിയാ? പിള്ളേര് വഴിതെറ്റ ഇത് കണ്ട് പിള്ളേര് വഴിതെറ്റാന്ന് പറഞ്ഞാലേ വേറെ പ്രശ്നമുണ്ട്. ഈ സാധനത്തിന്റെ അവൈലബിലിറ്റിയോ അവൈലബിലിറ്റി ഇത്ര ഉണ്ടോ? അപ്പൊ ഇത് ഇവിടെ കിട്ടാനുണ്ട്. ഇപ്പൊ ഷൈൻ ടോം അടിച്ചിറങ്ങിയാലും ഇല്ലെങ്കിലും ഒക്കെ സാധനം ഷൈൻ ടോമിന് മുമ്പ് ഇവിടെ അടി നടക്കുന്നുണ്ട്. അതുണ്ട്. ജോണി വാക്കർ സിനിമയ്ക്കകത്ത് സ്വാമി നല്ലപോലെ അടിക്കുന്നുണ്ട്. അത് മിന്നും പളുങ്കുകൾ ചില്ലിൻ നുറുങ്ങുകൾ പാതിരാവിൽ സൂര്യനാണം ഇനചന്ദ്രഗോപുരങ്ങളുള്ള മോഹമന്ത്രജൽ വിന്നും പളുങ്കുകൾ ഇങ്ങനെ കണ്ട മമ്മൂട്ടി ഡാൻസ് കളിക്കുന്നു. മിന്നും പളുങ്കുകൾ ജോണി വാക്കർ അടിച്ചിട്ടേ ഒരു വാണം. അങ്ങനെ ജോണി വാക്കറിന്റെ വിലയും പോയി. പാടമൊക്കെ രസമാ, പാട്ടൊക്കെ രസമാ കേട്ടോ, നല്ല പാട്ടൊക്കെ. റൈഡ് പോണൊരു പാട്ടുണ്ടല്ലോ, ഈ ബൈക്കിൽ ഇവരെല്ലാരും കൂടി ഇയാളുടെ ജോണി വാക്കറിനൊക്കെ വേറെ പാട്ട്, നല്ല പാട്ടുണ്ട്. അങ്ങനെ ഈ പാട്ടങ്ങ് ഓർത്തുകൊണ്ട് അന്നങ്ങനെ പാടിയൊന്നും അല്ല, അങ്ങനെ വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. ഏത് പാട്ട്? ഓർമ്മയില്ല. ഓർക്കേണ്ട ആവശ്യമുണ്ട്. അത് പോട്ടെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. അത് വലിയ ആറാട്ടനോട് പോയി ചോദിക്കും. വേണം കഥാപാത്രത്തിന്റെ പേര് വരെ കഥയും പറയും, ഡയറക്ടർ ആരാന്ന് പറയും, സംവിധാനം ചെയ്ത ആരാന്ന് പറയും. ജസ്ദാസ്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തെന്നി വല്ല പൂളിലേക്കൊക്കെ വീഴേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ്? അതായത് ഷൈൻ ടോം ചാടുമ്പോൾ ഷൈൻ ടോമിൻ്റെ പെസഹ അപ്പം ഉണ്ടായിരുന്നോ? പെസഹ അപ്പവുമായിട്ടാണോ പള്ളിയിലേക്ക് പോയത്? അതോ പെസഹ അപ്പം തിന്ന് തീർത്തിട്ടാണോ സ്നാനപ്പെട്ട് പള്ളിയിൽ പോയത്? പെസഹ അപ്പം ഈ പറയുന്ന ഷൈൻ ടോമിന് എവിടെ നിന്ന് കിട്ടി? ആ പെസഹ അപ്പത്തിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലർ ഈ ഹോട്ടലിൽ എവിടെയെങ്കിലും ഉണ്ടോ? പെസഹ അപ്പ ഡീലർ വല്ല പള്ളിയിൽ അച്ഛനോ അല്ലെങ്കിൽ വല്ല കന്യാസ്ത്രീയോ അങ്ങനെയുള്ളവരാണല്ലോ അവിടെ അങ്ങനെ ഒരു ഹോൾസെയിൽ ഡീൽ നടത്തി, കുടുംബ യൂണിറ്റിന്റെ സെക്രട്ടറിയോ അങ്ങനെയൊക്കെ ആവാം. അവരാരെങ്കിലും അവിടെ വന്നിട്ട് കൊടുത്തതാണോ? അതോ ഷൈൻ ടോം ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിൽ നിന്നും അപ്പം മേടിച്ചുകൊണ്ട് ഹോട്ടലിൽ വന്നതാണോ? കന്യാസ്ത്രീ മഠത്തിലെ അപ്പം ഷൈനിന് കൊടുക്കില്ല. ഇല്ല, അത് അച്ഛന്മാർക്ക് കൊടുക്കും. അതെന്താണ്? അച്ഛന്മാർക്ക് മാത്രമുള്ള അപ്പമാണോ? അതെ. ഓ, വിശുദ്ധ അപ്പങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേകം ഉണ്ടാക്കുന്ന അപ്പങ്ങളെ പറ്റിയാണോ നിങ്ങൾ? ആ അപ്പങ്ങളൊക്കെ അപ്പോൾ ഷൈൻ ടോം ചിലപ്പോൾ ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ബേക്കറിയിൽ നിന്നോ ഹോട്ടലിൽ നിന്നോ മേടിച്ചായിരിക്കും. ഒരു പക്ഷേ ആയിരിക്കാം. അപ്പൊ ഏത് പള്ളിയുടെ ഏത് ഹോട്ടലിൽ നിന്നും അടുത്തുള്ളിടത്ത് എവിടെ നിന്നാണ് മേടിച്ചതെന്നുള്ളതാണ് എൻ്റെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ. അങ്ങോട്ടാണ് പോകേണ്ടത്. കാരണം ഇതിനകത്ത് വിഷയം അപ്പമാണല്ലോ. അപ്പം എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പോലീസ് അവിടെ ഈ എക്സൈസ് ടീം ഈ ഹോട്ടലിൽ റെയ്ഡ് നടത്തുമ്പോൾ മറ്റേതെങ്കിലും മുറിയിൽ അപ്പം ഉണ്ടായിരുന്നോ? അപ്പങ്ങളെമ്പാടും ചുട്ടത്. ഓ, ഇതിന്നൊരു കാര്യം മനസ്സിലായി. ഈ അപ്പം ഈ വഴി അല്ല വന്നിട്ടുള്ളത്. പിന്നെ പെസഹാപ്പാന്ന് തോന്നാനുള്ള ഇത് മറ്റേ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള അപ്പ. അമ്മായി ചുട്ടത് മരുമോനിക്കായിട്ട് വരുന്ന അപ്പമാണ്. ജിഹാദാണ് സാധനം.
അതെ, സാധനം ജിഹാദ. ഒരു ക്രിസ്ത്യൻ യുവാവായ ഇവനെ ഇത് കൊടുത്ത് മയക്കി മതം മാറ്റാനുള്ള ശ്രമം. എന്നിട്ട് ഇവനെ മതം മാറ്റും. ഇവനെ ഇത് കൊടുത്തിട്ടേ ഇങ്ങനത്തെ സാധനങ്ങൾ അടിച്ച് ഇവൻ മയങ്ങുമല്ലോ, അപ്പൊ ഇവനെ മതം മാറ്റും. മയങ്ങി കിടക്കുമ്പോ സാധനം കട്ട് ചെയ്തിട്ട് ഇവൻ രാവിലെ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, അസ്സലാമു അലൈക്കും അയ്യോ എന്തുപറ്റി, അസ്സലാമു അലൈക്കും അയ്യോ ഞാൻ ഷൈനിക്കായി പോയത്. അങ്ങനെ ഷൈൻ ഉണ്ടാക്കുമോ, നാളെ മുതൽ ഷൈനികമാകുമോ അറിയില്ല. എന്താണെങ്കിലും അതുമല്ല, ഈ തൊപ്പി മാറ്റി വട്ടത്തിലുള്ള തൊപ്പി വെക്കുമായിരിക്കും അല്ലേ. അങ്ങനെ അവന് സാധ്യത ഇല്ലാതില്ല. ജില്ലയിലെ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ താങ്കൾ മട്ടാഞ്ചേരിയിൽ പോയിട്ട് എവിടെയാണ് ഈ മാഫിയ എന്ന് താങ്കൾക്ക് എപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുണ്ട്? മട്ടാഞ്ചേരി കപ്പലിന്റെ മുക്കിൽ നിപ്പുണ്ടാവും ഈ മാഫിയക്കാരെല്ലാരും അവിടെ ആയിരിക്കും. അവരുടെ ഗ്യാതറിംഗ് പോയിന്റ് അതാണ്. മമ്മൂട്ടി ആദ്യം വരും. മമ്മൂട്ടി കപ്പലിന്റെ മുക്കിൽ ഒന്ന് നിൽക്കും. മമ്മൂട്ടിക്ക് ഒരു മറ്റേ ലോട്ടറി കട ഉണ്ടല്ലോ അവിടെ. എന്തൊരു കഷ്ടം ആലോചിക്കും. അവിടെ ആ ചായക്കട മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലവുമായിട്ട് ഇവരെങ്ങനെ കണക്ട് ചെയ്യണത്? ഈ പൂജപ്പുര മറ്റേ മോഹൻ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാന്ന് തോന്നുന്നു. സീരിയസ് ആയിട്ട് എടുത്തോ മട്ടാഞ്ചേരി മാഫിയ എന്നുള്ള ആൾക്കാർ അവിടെ മാഫിയ പ്രവർത്തനം നടക്കുന്നു. ഈ പൂജപ്പുര മോഹൻ എന്ന് പറയില്ലേ, പൂജപ്പുര അല്ല മറ്റേ അതിന്റെ കുറച്ചുകൂടെ അപ്പുറത്തായുള്ള വീട്. എവിടെ പൂജപ്പുര വിളിക്കുന്നത്? പൂജപ്പുര മോഹൻ എന്ന് പറഞ്ഞ ആളെ കളിയാക്കിയ പോലെ. ഇവിടെ നേരത്തെ ഇത് പറഞ്ഞോണ്ടിരുന്ന തിരുവനന്തപുരം ലോബിയും കൊച്ചി ലോബിയും, പിന്നെ അതൊരു മട്ടാഞ്ചേരി മാഫിയ ആഡ് ചെയ്യുക. ഈ മട്ടാഞ്ചേരിയിൽ കുറച്ച് കൊച്ചു കച്ചവടക്കാരൊക്കെ ഉള്ളൂ. അല്ല വലിയ മട്ടാഞ്ചേരി എന്താണ്, അതൊരു എന്താ പറയണ, അതൊരു കൊച്ചു സ്ഥലമാണ്. അതിനകത്ത് അത് എന്ത് ഇവര് പറയണെന്ന് എനിക്ക് മനസ്സിലാവണല്ല. അവിടെ ഇവിടെ എവിടെ ലോബി മാഫിയ എവിടെയാ? അവിടെ മാഫിയോ വലിയൊരു ഈ മാഫിയ എന്നൊക്കെ പറഞ്ഞ ഒന്ന് പോയി നോക്കണോട്ടോ. ഈ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി കണ്ടില്ലേ, പോയി കാണ്. നമുക്കൊന്ന് പോയാലോ മട്ടാഞ്ചേരി? മാഫിയാന്ന് ചോദിച്ചറിയാം. മാഫിയ എന്ന് പറഞ്ഞൊരു മാഫിയ ഇവിടെ ഉണ്ടെന്ന് കേട്ടു. മാഫിയ അന്വേഷിച്ചു വന്നു. ഞങ്ങൾ വേറൊരു മാഫിയ എന്ന് പറയാം. ഞങ്ങൾ മാഫിയ അല്ല, ഞങ്ങൾ അണ്ടർവേൾഡ്. ഞങ്ങൾ മാഫിയ ശശിയുടെ ആൾക്കാരാ. ഞങ്ങൾ അണ്ടർവേൾഡ് അതല്ലേ വേൾഡ്. അണ്ടറല്ലേ മോനെ, വേൾഡല്ലേ മോനെ, അണ്ടറല്ലേ മോനെ. പൂജപ്പുര പോയിട്ട് ഈ മോഹന്റെ വീട് എവിടെയാന്ന് ചോദിച്ചാലോ? ആർക്കും അറിയത്തില്ല. പൂജപ്പുര ഒരു മോഹൻ ഉണ്ടോ? മോഹന്റെ വീട് എവിടെ? ഇവിടെ പടം കാണിക്കണോ? സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു മോഹൻ ഉണ്ടല്ലോ ഇവിടെ. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മോഹൻ അതാരാ ചോദിക്കും. ഫോട്ടോ ഈ മോഹന്റെ വീട് അത് കൊള്ളാം കേട്ടോ. പൂജപ്പുര പോയി ചോദിച്ചാലോ? അതൊക്കെ ശരിക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യാവുന്ന. മോഹനെ ഒന്നും ചെയ്യും, പക്ഷെ പേടിയായിരിക്കും. അല്ല, മോഹനെ ചെയ്യാൻ അവർക്ക് വലിയ എന്തോ ബുദ്ധിമുട്ടാണ്. ഇവിടെ കൂടുതൽ ഈ മോഹന്റെ ആരാധകരൊക്കെയാണ് ഈ പണിയും കൊണ്ട് ഇറങ്ങിയേക്കുന്ന ഊളകള്. അതുകൊണ്ട് അവർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. വേണേ വീട് തപ്പി പോവായിരിക്കും ഏട്ടൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് പറയും, കണ്ടോ ഏട്ടനെ അക്യൂസ് കണ്ട പുറയില്ല, അതുവഴി പോയി നോക്കിയിട്ട് വരണ്ടേ. ഏട്ടൻ ഇവിടെ കണ്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എറണാകുളത്തോട്ട് മാറിയിടോ. ഇവിടെ ഉണ്ടളിയൻ. ഇവിടെയൊക്കെ ഇപ്പൊ പരിപാടി. ഇവിടെ എവിടെയാ പുള്ളി വീട് എവിടെയാ? എനിക്കറിയില്ല. എനിക്ക് ഫ്ലാറ്റൊക്കെ അറിയാം. പുള്ളിക്ക് ഇവിടെ കുറച്ച് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പുള്ളിയുടെ അതൊക്കെ എവിടെയൊക്കെയാന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അവിടെ കയറി പോകുന്നു ഇറങ്ങി പോകുന്നു ആരാന്നൊക്കെ ഓരോ ദിവസം വിളിച്ചു പറയും. ഞാൻ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഞാൻ പൃഥ്വിരാജും അവരും കൂടെ അവിടെ പോയി ഞാൻ തന്നെ വേണം രാത്രി പാർട്ടിയാണെന്ന്. അതിന് അവര് കേക്ക് മുറിച്ചോ? അവര് ചുമ്മാ കേക്കൊക്കെ മുറിച്ചിട്ട് വായിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ തേച്ചിട്ട് തുപ്പിക്കളയും. കേക്ക് തിന്നാൻ കൊള്ളാത്തൊരു സാധനം. അത് കേരളത്തിലങ്ങ് മുറിച്ച് കാണിക്കും ഇവരൊക്കെ കൂടെ ഈ വാണി പരിപാടി ഇത്. താൻ നോക്കിക്കോണം, പലയിടത്തും പോയി കേക്ക് മുറിയും പരിപാടി നടത്തിയേക്കുന്നൊക്കെ ഈ മോഹൻലാലിന്റെ ആരാധകരെ പോലത്തെ ആൾക്കാരുമായിരിക്കും. അല്ലാത്തവരാരും എടുത്തിട്ടില്ല ഇത്. ബേർഡ് ആര് ചെയ്ത്? അത് ഈ ടീമാ. മനസ്സിലായി? ഹാപ്പി ബർത്ത്ഡേ സന്തോഷ് ശിവൻ കണ്ടില്ലാന്നോ? വേണ്ട, എന്താ പറഞ്ഞത്? അത് വേറെ
സന്തോഷ് ഇത് സന്തോഷം മണ്ടയ്ക്ക് നിൽക്കുക മണ്ടൊക്കെ മടക്കി കുത്തി. സന്തോഷം ഇത് കണ്ടപ്പോ എന്തായിരിക്കും വിചാരിച്ചു? കഷ്ടമുണ്ട്. അയാൾ ചിരിച്ച് ചത്ത് കാണുള്ളൂ. ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിക്കത്തില്ല. ഒരു നിക്കറും ഒക്കെ ഇട്ട് ബനിയനൊക്കെ ഇട്ട് നിൽക്കുക, തൊപ്പി ഇങ്ങനെ നിന്നിട്ട് പൊക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ സന്തോഷ്. പുള്ളിയുടെ ഐറ്റം ഇറക്കിയതാ. അതാണ് പുള്ളി, അത്രേ ഉള്ളൂ. അതാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ സന്തോഷ് ശിവൻ. അത് പുള്ളിയുടെ ഐഡിയ, പുള്ളിയുടെ സ്വന്തം ഐഡിയ ആണോ? അത് ഇഷ്ടമായോ? അത് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് അത് പറ. അയാളുടെ ഐഡിയ അത്. അയാൾക്ക് ഇത്തിരി ഐഡിയ ഒക്കെ വരുന്ന ആളാ. അതിനുള്ളതൊക്കെ ഉള്ളൂ. ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേരുണ്ട്. ജനിച്ച അന്ന് എന്നെ വന്നിട്ട് ഇങ്ങനെ അപ്പനെ കാണിച്ച് കൊച്ചിനെ കൊണ്ട് വന്നിട്ട് ലാലേട്ടനെ പോലെ അല്ലേ ഇരിക്കുന്നത്, അങ്ങനെ ആയിരിക്കും കേട്ടത്. മോഹൻലാലിനെ പോലെ മോനിരിക്കുന്നത്. അല്ല അപ്പൻ ആണോ സന്തോഷമായെന്ന്. പാടമാണ് ഇതൊക്കെ. അല്ല അങ്ങനെയൊക്കെ പറയാവോ? പാട്ടുണ്ടാക്കിയ ഒരു മര്യാദയൊക്കെ വേണ്ടേ? പാട്ട് അല്ല ഇതിന് ഇയാളെ പറ്റിയൊക്കെ അല്ലേ പാട്ട്. ഈ സാധനമൊക്കെ ഇറങ്ങി ഇതുപോലെ തന്നെ ബാലയ്യ, അവിടെ ബാലയ്യനെ ഇതുപോലെ തന്നെ കൊണ്ടാടുന്നവര്. ബലയ്യ ജയ് ബലയ്യ, ബലയ്യ ബലയ്യ ജയ് ബലയ്യ എന്ന് പറയും. അതുപോലെ തന്നെ ശ്രമിക്കുന്നതാണ് ഇവിടെ. അല്ല പുള്ളി രജനീകാന്ത്. വിഷയത്തിൽ നിന്നും നമ്മൾ തെന്നി മാറിയിരിക്കാൻ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ, ചാക്കോ ടോം ഷൈൻ, ഷൈൻ ചാക്കോ ടോം, ചാക്കോ ഷൈൻ ടോം, ടോം ഷൈൻ ടോം ചാക്കോ, ഷൈൻ കോൺ ടാക്കോ, ടാക്കോ ടാക്കോ ഷാം ക്ലൈൻ. ഇപ്പോൾ ഏത് പേരിലായിരിക്കും അയാൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നത്? ഇയാൾ പോയി ഒളിച്ചു താമസിക്കാന്ന് പറയുമ്പോൾ ഇയാൾ ഒളിവിലാണല്ലോ, ആയിരിക്കുമല്ലോ സ്വാഭാവികം. അപ്പൊ ഇയാൾ ഒളിച്ചിരിക്കാന്ന് പറഞ്ഞാൽ എവിടെ? ഈ ഇപ്പൊ എവിടെയാണെങ്കിലും ഏതെങ്കിലും മേശക്കടിയിലോ അല്ല, എന്റെ മേശക്കടിയിലായിരിക്കില്ല ഇയാൾ. കാരണം മേശക്കടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധ വരാനുള്ള സാധ്യത. ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ആരെങ്കിലും അതും അല്ലെങ്കിൽ പായ്ക്കകത്ത് ചുരുട്ടി വെക്കാനായിട്ട് ഇയാൾ പായ്ക്കകത്ത് ചുരുട്ടി അകത്ത് അങ്ങനെ ചുരുട്ടി. അതും അല്ലെങ്കിൽ ചിലപ്പോൾ പായിലകത്താക്കിക്കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൂടെയൊക്കെ. അപ്പൊ സംശയം തോന്നുന്നില്ല? എന്റെ പരമായ സംശയം, അന്നൊരു സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നടൻ ഒളിവിൽ പോയ സംഭവം ഓർക്കുന്നുണ്ട്? കേരളത്തിൽ മുഴുവൻ അന്വേഷിച്ചു. അതും ഒരു ഹോട്ടൽ മുറിയിലായി. ഹോട്ടൽ മുറിയിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇൻസെർഷൻ വേണ്ട, ലിക്ക ലിക്ക. അതൊക്കെ വളരെ മാന്യമായ മനുഷ്യരാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പൊക്കെ ഈ പറഞ്ഞ പലർക്കെതിരെ നമ്മൾ പല കാര്യങ്ങളൊക്കെ ഓരോ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട പെണ്ണുങ്ങൾ വന്ന് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളെ അവഹേളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതും ഇങ്ങനെയൊക്കെ പറയാം. അതൊക്കെ എന്ന് വെച്ചാൽ മാന്യന്മാരായ മുതിർന്ന ഒരു മകളെ പോലെ കാണുന്ന പെൺകുട്ടികളെ, ആ പെൺകുട്ടികളെ അച്ഛന്റെ പ്രായമുള്ള ഒരാളോട് അങ്ങനെ ചെയ്യാം, അങ്ങനെ പറയാൻ പാടില്ല. അതേസമയം തുണി മാറാൻ പോയപ്പോ ഞാൻ വിട്ടേ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണോ അത്? ഒരു മുറിയിൽ അടച്ചെടുത്തിട്ട് ചോദിക്കരുതോ? അല്ലാതെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊക്കെയാണോ അങ്ങനെ ചെയ്യുന്നത്? ഷൈൻ ടോം വളരെ മോശമായി പോയി, വളരെ വൃത്തികേടായി പോയി. സിനിമ ഇൻഡസ്ട്രി തകരുന്നതിന് ഒരു കാരണക്കാരൻ ഷൈൻ ടോം ആണ്. ഇൻഡസ്ട്രി തകരുകയാണ്. അത് ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഒന്നിങ്ങനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അതൊക്കെയല്ലേ അതിന്റെ ഒരു റൊമാൻസ്, ലവ് അല്ലെങ്കിൽ ലവ് മേക്കിംഗ്. അതെന്നൊക്കെ വെച്ചാൽ അങ്ങനെയാണ് അത് വേണ്ടത്. അതിന്റെ ഒരു ഭംഗിയുണ്ട്, അതിനൊരു കവിതയുണ്ട്, അതിലൊരു അന്തസ്സുണ്ട്, ഒരു കാവ്യാത്മകമായ ഒരു അതും പ്രത്യേകിച്ച് കുളിച്ചിട്ട് വരുമ്പോഴുള്ള ആ ഈറൻ മുടിയുമായി ആ ഒരു പരിശുദ്ധമായ അതിന്റെ ശുദ്ധി. വിയർപ്പിന്റെ ഗന്ധമില്ല, എന്നാൽ സോപ്പിന്റെ ഗന്ധമുണ്ട്. അതിങ്ങനെ വരുന്നു, രാധാസ് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അല്ലേ, അങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അത് സുരേഷ് ഗോപി അല്ലേ? അത് മറ്റേത്. അത് പക്ഷെ കുളിക്കാൻ നിൽക്കുമ്പോഴേ സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളു. കാരണം ഈ സോപ്പിന്റെ മണമല്ലല്ലോ, കെട്ടിപ്പിടിച്ചിരിക്കുന്ന വലിച്ചങ്ങ് കയറണമെന്ന്. ശരിയാ, അവൻ സുഖമില്ല, അവന് മനസ്സിലായോ? പെങ്കൊച്ചിനെ അടുത്ത് കിട്ടിയാലേ മണത്ത് വലിച്ചെടുക്കണോ? ഇവിടെ ഹൈ അവിടെ അവന് മറ്റേ സാധനം ഇങ്ങനെ പിറക്കുമായിരിക്കും. അപ്പൊ എന്തോ ആയിരിക്കും, എവിടെയൊക്കെ മണക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണിന്റെ. ഒന്ന് ആലോചിക്കേ, വല്ലാത്ത ഒരു തരം ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ ഞാൻ മണത്തെടുക്കും. MP ആണ് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇമാതിരി സൈക്കോ ആയിട്ടൊക്കെ ഊളത്തരം. അത് വിളിച്ചു പറയാവോ? സംഖ്യ ഉള്ളൂ. അതുകൊണ്ടല്ല, വേറെ കാര്യമുണ്ട്.
അങ്ങനെ പറഞ്ഞാൽ അത് മാന്യതയുണ്ട് അതിലൊക്കെ. എന്നിട്ട് അതിന് പോയി നിന്നു കൊടുക്കുന്നു കുറവാണ്. അതുപോട്ടെ ഷൈൻ ടോം അങ്ങനെയല്ല കേട്ടോ. ഷൈൻ ടോം കുറച്ചുകൂടി വൃത്തികെട്ടവനാണ്. ഷൈൻ ടോം മഹാവൃത്തിയാട്ടോ. മുകേഷ് എന്ന് പറഞ്ഞാൽ തന്നെ പറ്റി എന്തോ പറയുന്നത് കേട്ടോ. മുകേഷ് എന്ന് പറഞ്ഞതിനെ പറ്റി എന്തോ മാന്യനായ ഒരു മനുഷ്യൻ, അന്തസ്സുള്ള ആളാണെന്ന് പറയുന്നത്. ടെലിഫോൺ വിളിച്ചപ്പോൾ തന്നെ അന്തസ്സുള്ള ആളാണെന്ന് വളരെ വ്യക്തമായി തെളിയിച്ച സമൂഹത്തിന്. അതുപോലെ എന്തെങ്കിലും ഫോൺ കോൾ വല്ലതും ഷൈൻ ടോമിന്റെ ഉണ്ടോ? അന്തസ് തെളിയിക്കുന്ന എന്തെങ്കിലും ഫോൺ കോളോ ഫോൺ റെക്കോർഡിങ്ങോ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. കാരണം അവൻ അന്തസ്സില്ല. മനസ്സിലായോ? മുകേഷ് എന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സുള്ള ആളുകളാണ്. അതുകൂടാതെ ഇതേപോലുള്ള ചില വൃത്തികെട്ട സ്ത്രീകൾ ആ മാന്യനായി ജീവിക്കുന്ന മനുഷ്യനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഷൈൻ ടോമിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? ഷൈൻ ടോം അങ്ങനെയുള്ളവനാണ്. അവനെ പ്രത്യേകിച്ച് അവഹേളിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായോ? അവൻ സ്വയം അവൻ അവഹേളിക്കപ്പെട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവനായതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. അതേസമയം അങ്ങനെയൊന്നും ചെയ്യാത്ത മുകേഷ്, മറ്റേ ആരാണ്, ജയസൂര്യ, ഈ പറഞ്ഞ ഇടവേള ബാബു, അമ്മയുടെ സെക്രട്ടറി പ്രസിഡന്റ് ഇക്ക, ഇവരെയൊക്കെ പറ്റി എന്തൊക്കെയാ കേട്ടത്? മാന്യന്മാരായ ആളുകളെ പറ്റി അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന കുറച്ച് മോശപ്പെട്ട സ്ത്രീകൾ അവർ കാരണമാണ്. അതേസമയം ഷൈൻ ടോമിന് എന്തുണ്ട്? ഷൈൻ ടോമിനെ അവഹേളിക്കാൻ പറ്റില്ല. മാന്യന്മാരെയുള്ള അവഹേളിക്കാൻ പറ്റില്ല. ഷൈൻ ടോം മാന്യനല്ലല്ലോ. ഷൈൻ ടോം മാന്യനാണെന്ന് എവിടെ ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അതേസമയം നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ സുരേഷ് ഗോപി ഇങ്ങനെ പിടിച്ചിട്ട് ആളാവാൻ വരരുത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഒരു സ്ത്രീയുടെ ശരീരത്ത് അവരുടെ അനുവാദമില്ലാതെ സ്പർശിച്ചതും അത് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലാതെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന തരത്തിൽ പിടിച്ച് അവളുടെ വായടപ്പിക്കാൻ ശ്രമിച്ചു ഒരു മാധ്യമ പ്രവർത്തക. മാധ്യമം. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി മണം പിടിപ്പിക്കലും ഇങ്ങനെയൊക്കെ അതൊന്നൊക്കെ മാന്യതയാണ്. ഡീസന്റ് ആണ്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഞാൻ വലിച്ചു കയറ്റും. അതും എന്തോ പ്രായമോ എന്തൊക്കെയോ പറഞ്ഞു, മനസ്സിലായോ? അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അതേസമയം ഇയാൾ അന്തസ്സുണ്ടോ? ഈ മാന്യതയുണ്ടോ? ഒരു പെൺകുട്ടി തുണി മാറാൻ പോകുമ്പോൾ ചോദിക്കുകയാണ്, ഞാനും വരട്ടെ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിക്കാവോ? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മണക്കാം എന്ന് പറയുന്നത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതുപോലെ തന്നെ 3000 സ്ത്രീകളുമായാണോ ബന്ധമുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇടുക, എന്നിട്ട് അതിൽ കൂടുതൽ ആൾക്കാരായിട്ട് എന്ന് പറയുക വളരെ മാന്യമായിരിക്കണോ? അന്തസ് വേണം. അതിനൊരു മാന്യതയുണ്ട്. സ്ത്രീകളോടുള്ള സമീപനം അല്ലെ, സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? മറ്റേ എന്താ പറയാ, സ്ത്രീ അധിക്ഷേപം എന്ത് പറയൂല അതിനൊരു വാക്ക്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പരിപാടി, ഇപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള സ്ത്രീത്വത്തെ അവമാനിക്കൽ. സ്ത്രീത്വത്തെ ഇവിടെ അവമാനിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയാണ് തുണി മാറാൻ പോകുന്നത്, ഒരു പുരുഷൻ തുണി മാറാൻ പോകുമ്പോൾ ഷൈൻ ടോം എന്താണ് ചോദിക്കാത്തത്? ശരിയാ. തുണി മാറാൻ പോകുന്നിടത്ത് എന്തെങ്കിലും സഹായം വേണോ എന്നാണെങ്കിൽ ഷൈൻ ടോം ഉറപ്പായും അവിടെയുള്ള മറ്റ് നടന്മാരോ സെറ്റിലുള്ള ഏതെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോൾ ഷൈൻ ടോം തീർച്ചയായിട്ടും ആ ഡ്രസ്സ് എടുത്തിട്ട് കൊടുക്കുന്നവനാണെങ്കിൽ അങ്ങനെ ചോദിച്ചതല്ലോ. ഇത് സ്ത്രീത്വത്തെ അവമാനിക്കുകയായിരുന്നു. കുന്തി ദേവി, അതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. ഇതൊക്കെ ചരിത്രമാണ്. കേരള ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളാണ്. അതിൽ ഈ ഷൈൻ ടോമിന് എവിടെയാണ് മാന്യതയുള്ളത്? ഇവിടെ ഈ കേസെടുക്കുന്ന രീതിയെ, കേസൊക്കെ വരുന്നത് ഈ സ്ത്രീത്വത്തെ അപമാനിക്കാന്നൊക്കെ പറയുമ്പോഴേ ആ സ്ത്രീ ഇവർക്ക് എന്തോ മനസ്സിലാവുന്നത്. ആ സ്ത്രീയെ എന്തുകൊണ്ടാണ് അവമാനിച്ചത്, അല്ലെ അവമാനിക്കുന്ന പോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല. പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? അതായത് ഈ സമൂഹം ഒറ്റയടിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന്. അത് എല്ലാവർക്കും സംഭവിച്ചിട്ടില്ല. കുറച്ച് പേർക്ക് സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് പേർക്ക് സംഭവിച്ചിട്ടില്ല. ഇത് ഇന്റർനെറ്റിന്റെ വരവോട് കൂടി നടന്നിട്ടുള്ള ഒരു മാറ്റം, വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് പേര് വേറെ സ്ഥലത്തേക്ക്, കുറച്ച് പേര് അമേരിക്കയിലും ഒക്കെ. എന്താ കാര്യം അറിയോ? താൻ എന്ത് സെർച്ച് ചെയ്യുന്നു അത് എന്റെ ഫീഡ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത്രയും ഡേറ്റ ഏത് കൂട്ടിലെടുത്തിട്ട് കൊടുത്താലും അവനത് കണ്ടോണ്ടേ ഇരിക്കേണ്ടി വരും. അത് അവൻ അതാന്ന് വിചാരിക്കും. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരുടെ ഞാൻ ഒരു ദിവസം ലുലു വെച്ച് കണ്ടപ്പോൾ 2 കൊച്ചു പിള്ളേരും വേണ്ടിയപ്പോ ആരാണ്ട് ചോദിച്ചു, ഇയാളെയൊക്കെ എന്നെ അറിയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയത്തില്ലെന്ന്. നമുക്കറിയാൻ പാടുള്ള 25 വയസ്സ് താഴെയുള്ളവർക്ക് കൂടുതലും എന്നെ അറിയത്തൊന്നുമില്ല. ഞാൻ വെറുതെ പിള്ളേരോട് സംസാരിച്ചിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ ഇൻസ്റ്റയിലൊക്കെ കൂടുതൽ ഫോളോ ചെയ്തേക്കുന്നത്? ഫാഷനാന്ന് പറഞ്ഞു.
ഫാഷനും പിന്നെ വേറെ ഫുഡ്. ഇത് രണ്ടും മാത്രമേ കാണുന്നുള്ളൂ. വേറെ ലോകത്ത് നടക്കുന്ന ഒരു സംഭവം അവർക്ക് അറിയില്ല. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇങ്ങനെ തട്ടി ഇരുന്ന് ഓരോ ഉടുപ്പൊക്കെ കണ്ട് അതിട്ടോണ്ടിരിക്കുന്ന പോലെ ഇവർക്ക് തോന്നി. ഒരു ഫോട്ടോ എടുത്തു, അതുകൊണ്ട് ഇങ്ങനെ വെച്ചു, അങ്ങനെ വെച്ച് കുറെ സമയം പകുതിയുള്ള ഫോട്ടോ. അതെ, ഇവിടെ നിശ്ചയുള്ള ഫോട്ടോ. അതുമല്ല, ആ ഫോട്ടോ എടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. ഫിൽറ്റർ മറ്റേത് മറച്ചത്, പിന്നെ പാട്ടിട്ടിട്ട് ഇവരിങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ പഠിക്കണം. ഇങ്ങനെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ 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 കുണ്ടി ആട്ടതിന് മുമ്പ് ഇങ്ങനെ ഒരു സാധനം കാണിക്കും. അവർ ഡാൻസ് ആടുന്നത് എന്താന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പലതരം ഡാൻസുകൾ പഠിക്കണം. പിന്നെ പെൺകുട്ടികൾക്ക് അറിയാമല്ലോ, ഇത് അവര് ഒരുപാട് സമയമെടുത്ത് വളരെ ടെക്നിക്കലി ഒരുപാട് പഠിച്ച ക്രിയേറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ടാലന്റ്, ഈ ഡാൻസ് കളിക്കുന്നതിന്റെ ഇതൊക്കെ ഒരു ടാലന്റ് ആണ്. മനസ്സിലായല്ലേ? അത് ഏറ്റവും കൂടുതൽ ടാലന്റ് ഉള്ളത് ഇന്ത്യയിലുമാണ്. ഇപ്പൊ സമ്പന്ന വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. വെറുതെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഏതോ സിനിമ പാട്ടിട്ട് തുള്ളുന്ന ആരെയും കാണാൻ പറ്റില്ല. വലിയ പാടാ. സിനിമ ഡയലോഗിനെ ലിപ്സിങ് ചെയ്യുന്ന ഒരു ലോകത്തും വേറെ ഒരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. കണ്ടന്റ് അവരുണ്ടാക്കും. അവര് വേറെ ഉണ്ടാക്കും. അവര് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന നേരത്തെ തന്നെ, അല്ലാതെ എന്തോ എടുത്തിട്ടിട്ട് ഏതാണ്ട് കാണിക്കുന്നു. അതെല്ലാരും ഒന്ന് കാണിക്കും എന്തൊക്കെയോ. അത് റിപ്പീറ്റ് ആവും. അത് എന്നിട്ട് കുറെ പേര് കാണിച്ചു. ഈ ലിപ്സിംഗ് പരിപാടി ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചേക്കുന്നത് ഇവിടെ ഇന്ത്യക്കാരാണ്. ഈ സിനിമയുടെ ഒക്കെ ഡയലോഗ് ഇട്ടിട്ട് സാധനം പറയും, എന്തൊക്കെയോ അഭിനയിക്കുന്നത് ഇങ്ങനെയൊക്കെ വന്നിട്ട്. എന്തടാ ഇതൊക്കെയാ പരിപാടി. ഇതൊക്കെ കാണിക്കുക. ഇതെല്ലാം എന്തോടെ ഇവര് ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനം കലിപ്പൻ ലാലേട്ട സാധനം. അത് ആണല്ലേ? ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനം. ഈ മീശയൊക്കെ പിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ തീട്ട പരിപാടിയാ. മീശ പിരിച്ചു വെക്കാന്ന് പറഞ്ഞാൽ തന്നെ അതിലും പിന്നെ തീട്ട പരിപാടി ഉണ്ടോ? അത് എന്താണ് മീശ പിരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ആണ് മെയിൽ മറ്റേ ഭയങ്കര മിടുക്കലാണ്. വലിയ അത് പണ്ടൊക്കെ രാജാക്കന്മാരെ ഇപ്പോഴും കാണിക്കാന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് കാണിക്കാൻ കൊള്ളാവുന്ന പണിയാണോ മീശ ഒരിക്കല്? അയ്യോ, കഷ്ടമുണ്ട്. എന്തു പേട്ടല്ലോ. അത് സൂപ്പർ. എന്നിട്ട് വലിയ സംഭവം പറഞ്ഞ് ഇവനങ്ങ് തോന്നുന്നു മീശ പിരിക്കുമല്ലോ. മീശ ഇങ്ങനെ അത് പണ്ടുണ്ടോ? നിർത്തി അങ്ങനെ കളിയാക്കി ഓടിച്ചു തൂറിവാരി എറിഞ്ഞാരുണ്ട്. അപ്പൊ നിർത്തിയതാ. ഞാനൊന്നല്ല. ആരൊക്കെയോ പറഞ്ഞു. ഇത് കണ്ടോ? ഇങ്ങനെ അല്ലല്ല, ഞാനങ്ങനെ അധികം പറയാറൊന്നുമില്ല. ഇത് കേക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയല്ലേ വെക്കുന്നത്. ഇങ്ങനെ വെച്ചോണ്ട് എന്താ പ്രത്യേകത? ഇപ്പൊ ഞാൻ എന്നിട്ട് കണ്ണാടി നോക്കുമ്പോ എനിക്ക് എന്നെ തന്നെ എന്തോ പോലെ തോന്നുന്നു. ഞാൻ വലിയ ആളാന്ന് എനിക്ക്. എന്നിട്ട് ഞാൻ തന്നെ ഇറങ്ങിയിട്ട് ഞാൻ വലിയ ആളെ പോലെ പോയി അവിടെ ഇവിടെ ഇരിക്കുവായിരിക്കും. അപ്പൊ കാണുന്നവർക്കും തോന്നുമായിരിക്കും അല്ല വലിയ ആരോ ആണ്. മീശ പിരിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. അതുമല്ല, എടാ മീശ പിരിച്ചൊക്കെ പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമാണ്. സീരിയസ് കേസ്. പിന്നല്ലാതെ തോക്കൊക്കെ എടുത്ത് പുറത്ത് ആകാശത്തോട്ട് വെടിവെക്കുന്നവരിക്കും. അപ്പൊ അയാളെ റെസ്പെക്ട് കിട്ടും. ഇങ്ങനെ പിടിച്ചോണ്ട് ഇറങ്ങിയാൽ മതി അല്ലേ? എന്നിട്ട് എവിടെയൊക്കെ നിൽക്കുമ്പോൾ വല്ല കടയിൽ ചെന്നിട്ട് പൈസ കൊടുത്തിട്ട് ബാക്കി അല്ല എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് പൈസ ഇങ്ങനെ കാണിക്കണം. അയാള് ചോദിക്കാൻ വരുന്ന അയാള് മീശ തിരിച്ചു കാണിക്കുകയാണെങ്കിൽ കാശ് കൊടുത്തേക്കാം. അത് തന്നെ. അയാള് മീശ പിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പിടിച്ചിട്ട് എന്താടാ നല്ല സാധനം ഇങ്ങനെയൊക്കെ. ഇതും കൂടി കാണിക്കോ? ഇങ്ങനെയുണ്ടോ? അങ്ങനെയാക്കി സെറ്റ്. കുറച്ചുകൂടെ നമുക്ക് അനത്തി വേണം. തുപ്പിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എല്ലാം തേച്ചിട്ട് ഇങ്ങനെ തുപ്പി പിരിച്ചു വെക്കാം. ഇങ്ങനെ തുപ്പിട്ട് പിന്നെ കുറെ പരിപാടികളുണ്ട്. അത് നമ്മളിപ്പോ ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഒരു കടയിൽ നിൽക്കുമ്പോൾ, ഒരു സിഗരറ്റ് മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുമ്പോൾ നമ്മൾ ഇത്രയും മതി. അതിന്റെ ആവശ്യമുള്ളൂ. അത് നമ്മൾ അത് ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് ഷൈൻ ടോം ചാക്കോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സംശയം എന്ന് പറയുന്നത്, ഈ ഷൈൻ ടോം ചാക്കോ അതുകൊള്ളല്ലേ? ഷൈൻ
അടിപൊളി സാധന. ഷൈൻ ഓം. ഇങ്ങനെ കേട്ടാ മനസ്സിലായിക്കോണം ഇത് ആരെ പറ്റിയാ. അത് കൊള്ളാം, ആ സാധനം നല്ല അല്ലേ. ഇതേതാ നടന്ന് മനസ്സിലായോ? കമന്റ് ചെയ്യൂ. ഷൈൻ ഓൺ ആക്കോ. എനിക്ക് തിരിച്ചു തരാം. ഇനി അറിയേണ്ട കാര്യം, ഇത് ഈ ചാടി ഓടിയത് ഒറിജിനൽ ഷൈൻ ടോം തന്നെയാണോ? അത് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം ഒരു സിനിമാ നടനാണ്, അയാൾക്ക് ഡ്യൂപ്പുകൾ ഉണ്ടാവും. മിക്കവാറും ആക്ഷൻ സീനുകൾ ഈ നടന്മാർ ചെയ്യാറ്. ലാലേട്ടനാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ലാലേട്ടൻ തന്നെ ആയിരിക്കും. കാരണം ഡ്യൂപ്പിനെ വെക്കത്തില്ല, നിവിൻ പോളി വെക്കില്ല. അവർക്കൊക്കെ ആ ഒരു ഡ്യൂപ്പിനെ ഇഷ്ടമല്ല അവർക്ക്. അങ്ങനെ ഒരു ഡ്യൂപ്പിന്റെ ഏറ്റവും കൂടുതൽ വെച്ചേക്കുന്നത് ബാബു ആന്റണിയാണ്. കറക്റ്റ്. ഏറ്റവും കൂടുതൽ ഡ്യൂപ്പിനെ വെച്ചാൽ ലാലേട്ടനൊക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ടേ ഡ്യൂപ്പായിട്ടും കൂടി പുള്ളി അഭിനയിക്കും. അതാണ് എല്ലാം കംപ്ലീറ്റ് അല്ലേ. ഡ്യൂപ്പിന് വേണമെന്ന് പറയാൻ പറയും ഡ്യൂപ്പായിട്ട് പുള്ളി അഭിനയിക്കും. പുള്ളി തന്നെ വന്നു ആ ഡ്യൂപ്പായിട്ടും കൂടി പുള്ളി വീണ്ടും അഭിനയിക്കും. അതെ. ഓഫ്, എന്തല്ലേ കഴിവേ. അപ്പോ എന്റെ സംശയം, ഇതൊരു ആക്ഷൻ സീൻ പോലത്തെ ഒരു സീനാണ്. അതായത് ജനലിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഷൈൻ ടോമിന് പറ്റുമല്ലോ. ഒരു മിനിറ്റ്, ഡ്യൂപ്പായിട്ട് പുള്ളി അഭിനയിക്കുമല്ലോ. ഡ്യൂപ്പായിട്ട് പുള്ളി അഭിനയിക്കുമ്പോൾ വേറെ ഡ്യൂപ്പിനെ വെച്ച് ആ ഡ്യൂപ്പിനായിട്ട് അഭിനയിപ്പിക്കാം. മനസ്സിലാവണ്ടോ? ആർക്ക്? മോഹൻലാൽ. ലാലേട്ടൻ ഡ്യൂപ്പായിട്ട് അഭിനയിക്കും. ഡ്യൂപ്പായിട്ട് വരും. വന്നിട്ട് വേറൊരു ഡ്യൂപ്പിനെ വെച്ചിട്ട് ആ റോൾ അങ്ങോട്ട് അഭിനയിപ്പിക്കും. മനസ്സിലാവണ്ടോ? അങ്ങനെയാ. ഡ്യൂപ്പായിട്ടും കൂടി വരും പുള്ളി, എന്നിട്ട് വേറൊരു ഡ്യൂപ്പിനെ വെക്കും. അങ്ങനെയാ. അപ്പൊ അതാണ് എന്റെ സംശയം. ഇതൊരു സിനിമ നടനാണ്, അദ്ദേഹത്തിന് ഡ്യൂപ്പുകൾ ഉണ്ടാവും. അതേപോലെ ഡ്യൂപ്പ് ഒരു മേക്ക് എ സീൻ അങ്ങനെ വല്ലതുമാണോ ഇത്? ഇതൊരു മേക്ക് എ സീനായിരുന്നു. അത് അങ്ങനത്തെ കളികൾ ഇപ്പൊ ആരും കളിക്കുന്നില്ല അല്ലേ? മൊബൈൽ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കുമായിരിക്കും. മേക്ക് എ സീൻ എന്ന് പറയുന്നു, ഈ ഡ്യൂപ്പ് എഴുന്നേറ്റ് ഓടുന്നു, സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നു, ഇറങ്ങിപ്പോരുന്നു. സീൻ മേക്കർ ഓഫ് ദി ഇയർ. അത് ന്യൂസ് മേക്കർ എന്ന് പറയുന്ന പോലെ സീൻ മേക്കർ ഓഫ് ദി ഇയർ ഷൈൻ ടോം ചാക്കോ. ഇനി ഓരോന്ന് പറ, മോഹൻലാൽ എന്തെങ്കിലും അവതരിപ്പിക്കൂടെ ഇതുപോലത്തെ? ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കേട്ടാലേ, ഇങ്ങനൊരു സാധനമേ എടോ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോഹൻലാൽ ഇറങ്ങും. ആ അത് ശരി, ഇങ്ങനൊരു സാധനം ഞാൻ ഒരു പരിപാടി ചാടി ഇറങ്ങി ഓടും. വെറുതെ ഓടിക്കളെ ഉണ്ടായിരുന്നാ മതി. അയാളത് ശ്രദ്ധിച്ചിട്ട് കാണത്തില്ലായിരിക്കും. എല്ലാം ചെയ്യോടും. വല്ല കള്ളൊക്കെ കുടിച്ചിട്ട് പോലീസുകാർ വരുമ്പോ കള്ളു കുടിച്ചിട്ട് ഓടുക. ഞാൻ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനും പറ്റും. ഇല്ല, ഇങ്ങനെ പോകും. അല്ല, വേറെ കാര്യമുണ്ട്. ഇയാളെ പിടിക്കാൻ പറ്റില്ല, കാരണം ഇയാളെ ഓടിക്കഴിഞ്ഞ സൈഡിലേക്ക് പോകില്ല. പോലീസുകാരാണെങ്കിൽ നേരെ ഓടാനേ പഠിച്ചിട്ടുള്ളൂ. ഇയാളാണെങ്കിൽ ചെരിഞ്ഞു പോകും വേറെ സൈഡിലേക്ക്. ഇങ്ങനെയാണല്ലോ പോകുന്നത്. ശരിയാ. പോലെ അയ്യോ, പിന്നെ ഓടാൻ പോലും വയ്യാത്ത കുറെ നടന്മാര്, ചെറുപ്പക്കാരാണ്. ഓടണ്ട, വയസ്സായെന്നുള്ളത് മനസ്സിലായിട്ട് വയസ്സനായിട്ട് അഭിനയിച്ചാൽ മതി. എടോ, ചെറുപ്പക്കാരാണെങ്കിൽ അനക്കാ നിർത്തിയേക്കുക. ഈ വയസ്സനെ എങ്ങായിട്ട് അഭിനയിപ്പിക്കുമ്പോഴേ ഇപ്പൊ നമ്മുടെ ഈ മേക്കപ്പും നമ്മുടെ ഇവിടുത്തെ ഒരു പരിമിതമാണല്ലോ, പരിമിതമായ സെറ്റപ്പ് ഉള്ളൂ അതിനൊക്കെ. ഈ വയസ്സിനെയൊക്കെ ഈ യങ്ങായിട്ട് അവതരിപ്പിക്കുന്ന ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, അവര് ശരിക്കും കഷ്ടപ്പെടുന്നുള്ളൂ. ശരിക്കും നല്ല പൈസ കൊടുക്കണ്ട. എനിക്ക് മതി, എനിക്ക് ഞാൻ നിർത്തുവായത്. അല്ല, അങ്ങനെ കുറെ നേരം അത് ഓഫായെന്ന് തോന്നുന്നു. ഞാൻ അത് ഓഫ് ആയോ അറിയാൻ പറ്റത്തില്ല. ഷൈൻ 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 ഓൺ ആക്കോ. അത് തന്നെ, അതാ സാധനം. ഓക്കെ കിട്ടിപ്പോയി മോനെ. ഷൈൻ ടോമിനെ നമുക്കിനി ഇങ്ങനെ വിളിക്കാം.